മാഡം, മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. ഇത് നിരവധി വിമർശനങ്ങൾക്കും ട്രോളുകളും ഒക്കെ ആളുകൾ ഏറ്റെടുക്കാറുണ്ട്. ഈ വിമർശനങ്ങളെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള മറുപടി എനിക്ക് ഇപ്പം പറയാനില്ല. കാരണം മാത്തമാറ്റിക്സിൽ ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അപ്പം പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് എത്ര % പ്രോബബിൾ ആണ് മഴ പെയ്യാൻ. അപ്പോൾ 50% പ്രോബബിലിറ്റി എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പകുതി മഴ പെയ്യാനുള്ള സാധ്യത പകുതിയും പെയ്യാതിരിക്കാനുള്ള സാധ്യത പകുതിയും അങ്ങനെയാണ്. അപ്പം പ്രോബബിലിറ്റി അനുസരിച്ച് ആയിരിക്കും അങ്ങനെ നേരത്തെ പറഞ്ഞിരുന്നത്. നമുക്ക് ഇപ്പോഴും പ്രോബബിലിറ്റിക്ക് ഫോർകാസ്റ്റ് കൊടുക്കണമെന്നുള്ളതാണ് WMOയുടെ നിർദ്ദേശം അനുസരിച്ച് നമ്മൾ കൂടുതൽ അതിലേക്ക് എത്തണമെന്നുള്ളതാണ്. കാരണം ഈ പ്രോബബിലിസ്റ്റിക് ഫോർകാസ്റ്റിനകത്ത് നമുക്ക് 0 റെയിൻഫോൾ ആകാം, ചിലപ്പം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ലൈറ്റ് റെയിൻഫോൾ, മോഡറേറ്റ് റെയിൻഫോൾ, ഹെവി റെയിൻഫോൾ, ഇതിൻ്റെ എല്ലാം പ്രോബബിലിറ്റി എത്രയാണ് എന്നതിനെ ബേസ് ചെയ്താണ് കൊടുക്കുന്നത്. അപ്പം അതിന് കുറേ മെറ്റീരിയോളജിക്കലി നമ്മൾ അക്സെപ്റ്റ് ചെയ്തേക്കുന്ന ഒരു ഗ്ലോസറി ടേംസ് ഉണ്ട്. അപ്പം അതനുസരിച്ച് 25% പ്രോബബിൾ ആണെങ്കിൽ അതിന് ലൈക്ക്ലി എന്നും, 26 മുതൽ 50 വരെയാണെങ്കിൽ വെരി ലൈക്ക്ലി, അതിന് മുകളിലോട്ടാണെങ്കിൽ മോസ്റ്റ് ലൈക്ക്ലി, ഇങ്ങനെയുള്ള മെറ്റീരിയോളജിക്കൽ ഗ്ലോസറി അനുസരിച്ചാണ് കൊടുക്കുന്നത്. അപ്പം ആ പ്രോബബിലിറ്റിയെ ബേസ് ചെയ്ത് കൂടുതൽ ജനങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റുള്ള ഈ വെതർ സെൻസിറ്റീവായിട്ടുള്ള ഏരിയയിൽ കൂടുതൽ ആക്ഷൻ എടുക്കാൻ ചെയ്യാൻ പറ്റും. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.